ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതിൻ പ്രകാരം ഉടൻ തന്നെ ഈ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. ബേഗൂർ റേഞ്ചിലെ പടമല ഭാഗത്ത് അജീഷ് എന്ന സ്ഥലവാസിയുടെ മരണത്തിനിടയാക്കുകയും ഈ ആന കാട്ടിലേക്ക് പോകാതെ ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയും ചെയ്ത പ്രകാരം പൊതുജനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണം പൊതുജനത്തിന് രോഷത്തിനിടയാക്കുകയും വനം, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരെ തടയുന്നതിലേക്കും മരിച്ചയാളുടെ മൃതദേഹവുമായി റോഡ് ഉപരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആനയെ മറ്റേതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കുവാൻ ഫലപ്രദമായി സാധിക്കുന്നില്ല. അതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടി വനമേഖലയിൽ വിടുന്നതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം ശരത് കെ ശശി തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശരത്ത്, അപ്പോൾ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്, മറ്റു വഴികളില്ല എന്നുള്ളത് ഈ ഉത്തരവിൽ തന്നെ PCCF വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അല്പസമയം മുൻപാണ് വയനാട്ടിലെ അജീഷിന്റെ മരണത്തിന് ഇടയാക്കിയ ആനയെ മയക്കുവെടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മയക്കുവെടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ സുരക്ഷിതമായി കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടിലേക്ക് തിരികെ ഡ്രൈവ് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം ഈ ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തണം. ഇനി അത് സാധിക്കാത്ത പക്ഷം അത്തരമൊരു സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ആളുകളുടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്ന ഒരു പശ്ചാത്തലത്തിൽ ആനയെ പെട്ടെന്ന് കാട്ടിലേക്ക് തിരികെ അയക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകില്ല. പകരം മയക്കുവെടി വയ്ക്കാൻ തന്നെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം ആനയ്ക്ക് അധിക സമ്മർദ്ദം നൽകാതെ എത്രയും വേഗം അതിനെ ആരോഗ്യ നിരീക്ഷണത്തിന് വേണ്ടി മുത്തങ്ങയിലെ ആന ക്യാമ്പിലേക്ക് മാറ്റണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പൻ വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയപ്പോൾ അതിന്റെ മരണകാരണം അധിക സമ്മർദ്ദം ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആനയ്ക്ക് അധിക സമ്മർദ്ദം നൽകാതെ അതിനെ മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടെ നടത്തുന്ന നിരീക്ഷണത്തിന് ശേഷം ഉൾക്കാട്ടിലേക്ക് പിന്നീട് തുറന്നുവിടാം എന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11 സെക്ഷൻ പ്രകാരമാണ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായ B. ജയപ്രസാദ് IFS ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇത് സംബന്ധിച്ച് PCCF ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടാകണം, മയക്കുവെടി സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുണ്ടാകണം എന്നായിരുന്നു നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.